ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 17. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ചിട്ടും അതേപോലെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറൈസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറൈസിൽ എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡിനെ കുറിച്ചായിരുന്നു നമ്മൾ അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ പഠിക്കുന്നത്. PDRSലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് വരുന്നത്. എങ്ങനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആകുന്നത്, ഹൈ പ്രോബിലിറ്റി ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. മാർക്കറ്റിൽ പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരുത്താണെന്ന് വിചാരിക്കാം. അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ. ഈ ലെവൽസിലേക്ക് മാർക്കറ്റ് എത്തുകയാണ്. ഓക്കെ, അതിനുശേഷം ഒരു 2 ക്യാൻഡിൽസ് അപ്സൈഡിലേക്ക് ക്രിയേറ്റ് ആകലാണ് എക്സ്പെക്റ്റ് ചെയ്യാം. 3 ക്യാൻഡിൽസ് ആണ്. ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ കൂടി ഫോം ചെയ്തു. ഓക്കെ, ഈ സിനാരിയോയിൽ ബയോസ് ഇൻഡ്യൂസ് ആയി, അതായത് ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് എല്ലാം മാർക്കറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടുന്ന് റിയാക്ഷൻ തന്ന ഡൗൺ സൈഡിലേക്ക് പോയി സെല്ലിങ് വന്നില്ല. അതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക, ഒരു ബൈ മൊമെൻ്റ് ആണ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. ബയേഴ്സ് ആഡ് ആയിട്ടുണ്ടാവും. ഈ സിനാരിയോയിൽ സഡൻ ആയിട്ടൊരു ഡൗൺ സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ വരുത്താണെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഹൈ പ്രോബിലിറ്റി ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി സിനാരിയോസ് നമുക്ക് ആഡ് ചെയ്യണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് ട്രെൻഡ് റിവേഴ്സലും കാര്യങ്ങളും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നതാണ്. ഒരു ഉദാഹരണം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രോ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 2 ഗ്രീൻ ക്യാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു റെഡ് ക്യാൻഡിലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഓർഡർ ഫ്ലോയെ ആയിരിക്കും നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഐ ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. കുറച്ചും കൂടി പ്രോബിലിറ്റി കൂടിയതും നമുക്ക് എൻട്രി മിസ്സാതിരിക്കാൻ വേണ്ടിയിട്ടും ഓർഡർ ഫ്ലോ മാർക്ക് ചെയ്തായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ്, അതായത് എവിടെ നിന്നാണോ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് വന്നിട്ടുള്ളത്, ആ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിനെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൈനസ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഈ ലെവലിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത്, അതായത് പ്രൈസ് കുറച്ച് ഇവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു, അതിന് ശേഷം വീണ്ടും അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ഈ മൈനസ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഓപ്പണിംഗ് പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. എവിടെയാണോ ഈ ഗ്രീൻ ക്യാൻഡിൽ സ്റ്റാർട്ട് വന്നിട്ടുള്ളത്, ആ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പണിംഗ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഓപ്പണിങ്ങിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മെയിൻ ത്രഷോൾഡിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയാണ്. മെയിൻ ത്രഷോൾഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിബ് എടുത്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓപ്പണിംഗ് തൊട്ട് അപ്പ് സൈഡിലുള്ള ക്യാൻഡിലിൻ്റെ ക്ലോസ് വരെ മാർക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻറ്റർ പോയിന്റ് കിട്ടുമല്ലോ, ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടുമല്ലോ. ഇതാണ് ഓർഡർ ബ്ലോക്കിൻ്റെ ത്രഷോൾഡ് എന്ന് വെച്ചാൽ. ഈ ഒരു ഏരിയാസിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലത് ഓപ്പണിങ്ങിൽ എൻട്രി പ്ലേസ് ചെയ്യുന്നതാണ്. പലപ്പോഴും ഓപ്പണിങ്ങിൽ ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് കണ്ടിന്യൂഷൻ ചെയ്യാറുണ്ട്. നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ സിനാരിയോ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുത്താണ്. ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, സപ്പോർട്ട് ലെവലിലേക്ക് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഇവിടെ ഡൗൺ സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോലെ ക്രിയേറ്റ് ആകണമെന്ന് വിചാരിക്കാം. ഡൗൺ സൈഡിലേക്ക് 2 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. 2 ക്യാൻഡിൽ വരക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് 2-3 ക്യാൻഡിൽസ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുക. അതായത് ലാസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് പല വീഡിയോസിലും നിങ്ങൾ ICTയും SMCൻ്റെ എല്ലാം വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. പല ആൾക്കാരും ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു ഏരിയാസിലേക്ക് മാർക്കറ്റ് വരാൻ ഒരു നിർബന്ധവുമില്ല. അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് ടാപ്പ് ചെയ്തതിന് ശേഷം, അതായത് പ്രൈസ് വന്ന് ഈ ഒരു ഓപ്പണിങ്ങിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എൻട്രി മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എൻട്രീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് മെയിനായിട്ടുള്ള ത്രഷോൾഡിലോ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ത്രഷോൾഡ് വരുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഓപ്പണിങ്ങിലോ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി നല്ലത് ഓപ്പണിങ്ങിൽ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു പ്ലസ് OB എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാക്കാം. ഓക്കെ, ഇനി വീണ്ടും പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം നോക്കാം. നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ സ്വിംഗ് ലോ, അതായത് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്വിങ് ഉണ്ടാവും. ആ സ്വിങ്ങിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതായിരിക്കും നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുക. ഒരു പൊടിക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അതായത് ടൈറ്റ് ആയിട്ട് വെക്കുക, അതൊരു പൊടിക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് സ്പ്രെഡ് കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഡൗൺ സൈഡ് ഇത്ര വരെ വരാൻ ചാൻസ് ഉണ്ട്, അതിനുശേഷം അപ്പ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങോ അതേപോലെ ത്രഷോൾഡോ വന്നതിന് ശേഷം തന്നെ റിവേഴ്സ് ആണെന്നില്ല. ചിലപ്പം പ്രൈസ് ഡൗൺ സൈഡ് വന്ന് ഈ ഒരു ലെവലിലേക്കെല്ലാം വന്നിട്ടായിരിക്കും പോകുന്നുണ്ടാകുക, ഇത് ഇൻവാലിഡ് ചെയ്യാതെ. ഓക്കെ, എപ്പം പ്രൈസ് വന്ന് ഇതൊരു ഡൗൺ സൈഡിൽ വന്ന് സ്വീപ്പ് ചെയ്യുന്നു ഈ ലോ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ആയി നമുക്കിത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ശേഷം വീണ്ടും ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഇതായിരിക്കും കുറച്ചും കൂടി ഹൈ പ്രോബിലിറ്റി ഓർഡർ ബ്ലോക്കായിട്ട് ഉണ്ടാവും. ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും കുറച്ച് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ടാകുക. ഈ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് അപ്പ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റും കാര്യങ്ങളും കിട്ടലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതേപോലെ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യലാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതായത് മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നു വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും പ്രൈസ് എന്താ ക്രിയേറ്റ് ചെയ്തതിന് വെച്ചാൽ ഡൗൺ സൈഡിലേക്ക് വന്നു, ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം, ഈ ഒരു ഏരിയാസിലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് സഡൻ ആയിട്ട് വീണ്ടും ഇതേപോലെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടലാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാലും നെക്സ്റ്റ് ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡലിൻ്റെ അപ്പ് സൈഡ് ഓപ്പണിങ്ങിൽ നമുക്ക്, അതായത് ഇവിടെ ആയിരിക്കുമല്ലോ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാകുക, അപ്പോൾ ഈ ഒരു ഓപ്പണിങ് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഈ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാതെ ഈ ലോ തന്നെ നോക്കാൻ പറ്റുന്നതാണ്. നമുക്കത് ഈ ലോ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാകും. അതേപോലെ ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്തിട്ട് ഈ സ്വിംഗ് ലോൻ്റെ താഴെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വീണ്ടും പ്രൈസ് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും റീടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ നോക്കാൻ പറ്റുന്നതാണ്. ഓൾറെഡി എൻട്രി എടുത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാതെ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, റിയൽ മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമുക്കൊരു 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിനാരിയാണ് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുണ്ട് 50 മിനിറ്റ്സിൽ. സെൽ സൈഡ് ലിക്വിഡിറ്റി മാറി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് ഇതായിരുന്നു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്നത്. ഒരു അപ്പ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു ലോ പ്രോബിലിറ്റി എൻട്രി ആയിരിക്കും. ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഇതിന് ശേഷം വന്നിട്ടില്ല. നമ്മളൊരു എൻട്രി ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ നമുക്ക് എൻട്രി ചെയ്യുന്ന ക്യാൻഡിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രോബിലിറ്റി വരുന്നത് ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് ആയിരിക്കും. ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം ഒരു മൂവ്മെൻറ്റ് വരുന്നത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഡർ ബ്ലോക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാകുക. ഓക്കെ, നമുക്ക് വീണ്ടും ഈ ഒരു ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? അതായത് ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വന്നു, വീണ്ടും ടാപ്പ് ചെയ്തു അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും തന്നു. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും പ്രൈസ് സെയിം ഏരിയ ആയത്, അതായത് ഈ ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ വന്നു അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും തന്നു. ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. അപ്പ് സൈഡിലേക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ഇപ്പോൾ സിനാരിയോ നോക്കാം. ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ഓപ്പണിങ്ങിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനെക്കൊണ്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ടാപ്പ് ചെയ്യില്ലെന്ന് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടിയെന്ന് വെച്ചിട്ട് ചില ട്രേഡുകളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചെയ്യാനുണ്ട്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ സ്വിംഗ് ലോ വരെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. വേറെ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ കിട്ടി നോക്കാം. ഓക്കെ, ഇവിടെ
നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഏഷ്യൻ്റെ ഹൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ ചെയ്തു. ഇതൊരു സ്വിംഗ് ഹൈ ആയിരുന്നു. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. അതേപോലെ ഏഷ്യ ഉണ്ട്, ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ചെയ്തു. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നൊരു ക്ലോസ് കിട്ടി. ക്ലിയർ? അതായത് ഈ ബ്ലൂ ബോക്സ് എന്ന് വെച്ചാൽ ഏഷ്യേൻ്റെ ഓപ്പണിംഗ് ടു ക്ലോസ് വരെയാണ്. കുറച്ചും കൂടി അധികം ഉണ്ട്. ഒരു ക്ലോസ് എന്ന് വെച്ചാൽ നമുക്ക് 0-0 ടൈമിങ്. ഡൗൺ സൈഡ് നോക്കുന്ന സമയത്ത് 0-0 എന്ന് എഴുതിയിട്ട് കാണുന്നുണ്ടാവും ബ്ലാക്കിൽ. അതുവരെ നമുക്ക് ഏഷ്യയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. അതിന് ശേഷമുള്ള ടൈം നമുക്ക് ലണ്ടനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് വന്ന് ഒരു സ്വീപ്പ് വന്നതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു ക്ലോസ് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ്സിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നു. ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നത് ഇതായിരുന്നു. ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നത് അപ്പ് സൈഡിലേക്കുള്ള. അത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. -OB ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം വീണ്ടും പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ? നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയേൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ത്രഷോൾഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. കൺഫ്ലുവൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രോബിലിറ്റിയും കൂടും. ഓക്കെ, നമുക്ക് ഈ സ്വിംഗ് ഹൈൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈക്വൽ ലോ ആണ് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് വരുന്നുണ്ടാവുക. ഈ ഒരു ലോ വരെ നമുക്ക് ടാർഗറ്റായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഒരു 1:4 ഉണ്ട്. നമുക്ക് അത്രയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1:3 1:2 തന്നെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. അതിനുശേഷം നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിന് 15 മിനിറ്റ്സ് ആയാലും 5 മിനിറ്റ്സ് ആയാലും 1 hour ആയാലും ഏതൊരു ഓർഡർ ബ്ലോക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1 hour ടൈം ഫ്രെയിം എടുക്കാം. 1 hour ടൈം ഫ്രെയിമിൽ 1 hour ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഫിബ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. ഇവിടെ ഒരു ഫിബിനാച്ചി എന്ന് പറഞ്ഞ ടൂളുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂള്. ഇതിൻ്റെ 50% ഡൗൺ സൈഡിൻ്റെ താഴെ ഡിസ്കൗണ്ടും അപ്പ് സൈഡിൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസുമാണ് ഉണ്ടാകുക. നമ്മളൊരു അപ്പ് ട്രെൻഡാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ 50% ഏരിയയുടെ താഴെ ഒരു ഡിസ്കൗണ്ട് ഏരിയ എത്തുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ PDRS എന്തെങ്കിലും കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഹൈ ടൈം ഫ്രെയിമിൽ. അതായത് ഒരു ഡിസ്കൗണ്ട് അറയിൽ വന്നിട്ട് ഹൈ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൽ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ നമുക്കൊരു എൻട്രി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് 5 മിനിറ്റ്സിലേക്ക് വരാം. 1 hourൽ നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേസ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്മോളർ ടൈം ഫ്രെയിം ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് 1 hour നേരെ 5 മിനിറ്റ്സിലേക്ക് വന്നു. നമുക്ക് എടുക്കാം. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വന്നു. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷിഫ്റ്റ്, അതായത് പ്രൈസ് അപ്പ് സൈഡിലേക്കാണ് കണ്ടിന്യൂഷൻ തരുന്നതിനുള്ളൊരു ഡയറക്ഷൻ നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. MSS എന്നാണ് നമ്മൾ ഇതിനെ പറയുക. നമ്മൾ അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ പഠിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കൊരു ഇമ്പൾസീവായിട്ട് വരുന്നതിന് മുമ്പുള്ള ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിലും ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുമ്പുള്ള ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യലാണെങ്കിൽ ഒരു ഹൈ പ്രോബിലിറ്റി ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇത് +OB. ഓക്കെ, അതായത് ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ. അതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. ഈ ഓപ്പണിംഗ് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ത്രഷോൾഡ് ഇതിൻ്റെ 50% ഏരിയയിൽ നമുക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പും അതിനുശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും അതുപോലെ ഒരു ഓർഡർ ബ്ലോക്കിലും കിട്ടലാണെന്നുണ്ടെങ്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നത്. ഹൈ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേസ് നോക്കിയിട്ട്
ഡിസ്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അറേസിലേക്ക് 1 hourൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ, വീണ്ടും അവിടുന്ന് ഒരു ഷിഫ്റ്റ് കിട്ടലാണ് അപ്സൈഡിലേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ നമുക്ക് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വീഡിയോസിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത ലൈവ് മാർക്കറ്റാണ്, അപ്സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്കുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ICT പഠിക്കാൻ വേണ്ടിയിട്ടും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.